ഹായ് ഓളപ്പോൾ എക്കോയും വിലായത്ത് ബുദ്ധയും 2 സിനിമയാണ് ഇന്ന് റിലീസായത്. അപ്പം ആദ്യം എക്കോയ്ക്കാണ് കാണാൻ കയറിയത്. പടത്തെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ചേട്ട ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിന് മുന്നേ ഇറങ്ങി കിഷ്കിന്ദ കാണ്ഡം അല്ലെങ്കിൽ കേരള ക്രൈം ഫയൽസ്, ഇതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്ററായ ബാഹുൽ രമേശ്, അതുപോലെ തന്നെ ഡയറക്ടർ ദിൻജിത്ത് അയ്യത്താൻ, ഇവരുടെ ക്രൂ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫ്രഷ്നെസ് ഉള്ള സബ്ജക്റ്റ് എപ്പോഴും തരുന്നൊരു ക്രൂ ആണ്. അത് തന്നെ ഈ പടത്തിലുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള സബ്ജക്റ്റ്, അതിൻ്റെ പെർഫെക്റ്റ് എക്സിക്യൂഷൻ. ത്രില്ലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ കണ്ടുമെടുത്തൊരു ത്രില്ലറല്ല, നമ്മൾ ഇതുവരെ കാണാത്ത പ്രിമൈസിലുള്ളൊരു ത്രില്ലറാണ് ഇവർ എപ്പോഴും നമുക്ക് തരുന്നത്. അപ്പോൾ ഈ പടം ഡെഫിനറ്റ് ആയിട്ട് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം. രണ്ടാമത് തലവെച്ചത് വിലായത്ത് ബുദ്ധയ്ക്കായിരുന്നു. അപ്പം അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ 200 രൂപ പോയി എന്നുള്ളതല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ശരിക്കും സച്ചിയുടെ ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത്. പക്ഷേ ഈ പടം കണ്ടു കഴിഞ്ഞിരുന്നെങ്കിൽ സച്ചി ഇവരെയൊക്കെ മടലിട്ട് അടിച്ചത്. കാരണം അമ്മാതിരി ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ 3 മണിക്കൂർ പടത്തിൻ്റെ അകത്ത് ഇത് എങ്ങനെയും ഒന്ന് തീർന്നു കിട്ടി ഇറങ്ങിപ്പോയാൽ മതി എന്നൊരു രീതിയിലായിപ്പോയി. കാരണം പറയത്തക്ക വിധത്തിലുള്ള പെർഫോമൻസ് ഉണ്ടോ? ഇല്ല. സ്ക്രിപ്റ്റിങ് മര്യാദയ്ക്കാണോ? അല്ല. CGI വർക്ക്സ് പാത്തറ്റിക്, പിന്നെ BGM കാര്യങ്ങളും എല്ലാം ഷോക്കായിട്ടാണ്. മൊത്തത്തിൽ നമ്മുടെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യുന്നുള്ളൊരു മൂവി ആയിട്ടാണ് എനിക്ക് വിലായത്ത് ബുദ്ധ തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഈ പടം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പടം തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. കാരണം ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയനാണല്ലോ. എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 200 രൂപ കൊടുത്ത് തിയേറ്ററിൽ കാണുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലയെന്ന് പറയത്തുള്ളൂ. കാരണം എനിക്ക് പേഴ്സണലി ഈ പടം ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം. അതല്ലെങ്കിൽ യു ക്യാൻ ഇഗ്നോർ ദിസ് മൂവി. അപ്പോൾ ഈ 2 മൂവീസ് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എക്കോ ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. വിലായത്ത് ബുദ്ധ ഞാൻ തിയേറ്ററിൽ കാണാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ തിയേറ്ററിൽ കാണാതിരിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.